കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സിനെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ് കണ്ടത്. നിബന്ധനാ രീതിയും പട്ടിക രീതിയുമാണ് നമ്മൾ കണ്ടത്. നിബന്ധനാ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ +1 പഠിച്ചിട്ടുള്ള സെറ്റ് ബിൽഡർ ഫോമും മറ്റേത് റോസ്റ്റർ ഫോമിനെയാണ് നമ്മൾ പട്ടിക രീതി ലിസ്റ്റ് ചെയ്ത് എഴുതുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് എലമെന്റ്സിനെ എന്താണ് പറയുന്നതെന്ന്. എലമെന്റ്സിനെ മലയാളത്തിൽ പറയുന്നത് അംഗം എന്നാണ്. സോ അംഗങ്ങൾ എന്ന എലമെന്റ്സിനെ നമുക്ക് പറയാൻ പറ്റും. ഒരു സംഖ്യ ഓർ ചിഹ്നം ഓർ വസ്തു ഒരു ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഗണത്തിലെ അംഗം എന്ന് പറഞ്ഞു. ഓറൊക്കെ ഞാൻ എനിക്ക് മനസ്സിലാകാൻ വേണ്ടി ഇട്ടതാട്ടോ. അപ്പം നമ്മൾ എന്താണ് നമ്മുടെ ഗണത്തിലെ സംഖ്യകളെയോ ചിഹ്നത്തിലെയോ വസ്തുക്കളെയോ ഒക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അതിലെ എലമെന്റ്സ് എന്ന് പറയാം. അതായത് ഗണത്തിലെ അംഗങ്ങൾ എന്ന് പറയാം. ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എലമെന്റ്സിനെ എന്താണ് സംഖ്യകളെ അല്ലെങ്കിൽ ചിഹ്നങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെയാണ് നമ്മൾ അതിലെ എലമെന്റ്സ്, അതായത് അംഗങ്ങൾ എന്ന് പറയുക. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? അപ്പം നമുക്ക് 1 എന്ന് പറയുന്നത് എക്കകത്തുണ്ടെങ്കിൽ 1 ബിലോങ്സ് ടു എ, ഈ ഒരു സിമ്പിളാണ് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് കൊടുക്കും? 1 ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്ന് ഈ ഒരു സിമ്പിളും കൊടുക്കും. ഇനി n എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയുടെ ഗണമായി എടുത്താൽ ഇരട്ട സംഖ്യകളുടെ ഗണത്തെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സെറ്റ് ഓഫ് ഓൾ 2n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n എന്ന് കൊടുക്കാം. ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പേഴ്സ്. അപ്പൊ n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എണ്ണൽ സംഖ്യ നാച്ചുറൽ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇരട്ട സംഖ്യകളുടെ ഗണത്തെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സെറ്റ് ഓഫ് ഓൾ 2n സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n. എന്നിന് എന്ത് കൊടുത്താൽ മതി? 1, 2, 3 എന്ന് പറഞ്ഞ വാല്യൂസ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ഇരട്ട സംഖ്യകളും കിട്ടും. അതുപോലെ തന്നെ ഒറ്റ സംഖ്യകളുടെ ഗണത്തെ നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം? 2n - 1 സച്ച് ദാറ്റ് n ബിലോങ്സ് ടു n എന്നും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒറ്റ സംഖ്യകളുടെ ആണെങ്കിൽ 2n - 1 എന്നും ഇരട്ട സംഖ്യകളെ ആണെങ്കിൽ 2n എന്നും നമുക്ക് കൊടുത്താൽ അതിനകത്ത് എന്നിന് ഓരോ വാല്യൂ അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഇരട്ട സംഖ്യകളെയും ഒറ്റ സംഖ്യകളെയും നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ശൂന്യഗണം, നൾ സെറ്റിനെ നമ്മൾ പറയുന്നതാണ് ശൂന്യഗണം എന്ന്. ഓക്കെ, അപ്പം നൾ സെറ്റിന്റെ മലയാളമാണ് നൾ സെറ്റ് എന്ന്, അല്ലെങ്കിൽ MD സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്നൊക്കെ പറയാം. അതിന്റെ മലയാളമാണ് ശൂന്യഗണം. ഇനി ഏകാംഗ ഗണം. ഏകാംഗ ഗണം എന്ന് പറഞ്ഞാൽ സിംഗിൾട്ടൺ സെറ്റാണ്. അപ്പൊ സിംഗിൾട്ടൺ സെറ്റിനെയാണ് നമ്മൾ ഏകാംഗ ഗണം എന്ന് പറയാം. അപ്പൊ ശൂന്യഗണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. MD സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് ഒന്നും ഇല്ലാത്ത സെറ്റ്, അതായത് അംഗങ്ങളൊന്നുമില്ലാത്ത ഗണത്തെയാണ് നമ്മൾ ശൂന്യഗണം എന്ന് പറയുന്നത്. എലമെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 5 എന്നോ അല്ലെങ്കിൽ 2 ഈ സെറ്റിന്റെ സിമ്പിൾസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ 5 എന്നോ MD സെറ്റ് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ 2 കണ്ടീഷൻസ് ആയിട്ട് x greater than 5 ആൻഡ് x<2. അങ്ങനെ ഒരു എക്സ് ഉണ്ടോ? അതായത് എക്സിന്റെ വാല്യൂ 5നേക്കാൾ കൂടുതലും ആയിരിക്കണം, അതേസമയം തന്നെ എക്സിന്റെ വാല്യൂ 2നേക്കാൾ കുറവുമായിരിക്കണം. ഇങ്ങനെ വരുന്ന ഏതെങ്കിലും വാല്യൂ ഉണ്ടോ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അത് MD സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ എലമെന്റ് വരുന്നത്, ഏകാംഗ ഗണം, only 1 element. സോ 1 element സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുക. അപ്പോൾ അത് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൻ പ്രൈം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5, 7 എക്സെട്ര. അതിനകത്ത് ഈവൻ ആയിട്ട് വരുന്ന ഒരേ ഒരു പ്രൈം നമ്പർ അല്ലേ ഉള്ളൂ, അതാണ് ഇത് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സെറ്റ് 2 എന്നാണ്. അപ്പോൾ ഒറ്റ എലമെന്റ് ഉള്ളത് സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന പേരെന്താണ്? അഭാജ്യ സംഖ്യകൾ. ഓക്കെ, പ്രൈം നമ്പേഴ്സിന്റെ മലയാളം അഭാജ്യ സംഖ്യകളാണ്. ഇനി എക്സാമ്പിൾ, 2 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഒറ്റ സംഖ്യകൾ. ഒറ്റ സംഖ്യയിലെ ഏതെങ്കിലും 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റുമോ? ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതൊരു MD സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇരട്ട അഭാജ്യ സംഖ്യകളുടെ ഗണം. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സിനകത്തുള്ള ഈവൻ നമ്പർ ഏതാണ്? ഒരേ ഒരു ഈവൻ പ്രൈമേ ഉള്ളൂ, അത് 2 ആണ്. സോ സെറ്റ് 2 ഇത് സിംഗിൾട്ടൺ സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എണ്ണൽ സംഖ്യ, x<5 ആൻഡ് x greater than 7. അപ്പോൾ എക്സിന്റെ വാല്യൂ 5നേക്കാൾ കുറവായിരിക്കണം, എന്നാൽ 7നേക്കാൾ കൂടുതലും ആയിരിക്കണം. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും എക്സ് ഉണ്ടോ? ഇല്ല. സോ അത് MD സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി സെറ്റ് ഓഫ് ഓൾ y സച്ച് ദാറ്റ് y 2 സമാന്തര വരകൾക്കിടയിലെ പൊതുവായ ബിന്ദു. സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ പാരലൽ ലൈൻസ്. ഏതെങ്കിലും 2 പാരലൽ ലൈൻസ് എടുത്താൽ അവയ്ക്ക് കോമൺ പോയിന്റ് ഉണ്ടോ? പൊതുവായ ബിന്ദു മീൻസ് കോമൺ പോയിന്റ്. ഏതെങ്കിലും പാരലൽ ലൈൻസിന് കോമൺ പോയിന്റുകളുണ്ടോ? 2 ലൈൻസ് എടുത്തു, പാരലൽ ആയിട്ടുള്ള 2 ലൈൻസ്. അത് ഏതെങ്കിലും പോയിന്റ് ഇന്റർസെക്ട് ചെയ്യുമോ? ഇല്ല. ഇൻഫൈനൈറ്റ് ഇന്റർസെക്ഷൻ ഒക്കെ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും, പക്ഷെ നോർമലി എടുക്കുകയാണെങ്കിൽ പാരലൽ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്തില്ല. സോ അതിന് കോമൺ പോയിന്റുകൾ ഒന്നുമില്ല. സോ അതും എന്താണ്? ഒരു MD സെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ തുല്യഗണങ്ങൾ. തുല്യഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ സെറ്റ്സ്. ഓക്കെ, 2 സെറ്റ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ 2നകത്ത് സെയിം എലമെന്റ്സ് ആയിരിക്കണം.
അപ്പോൾ എയ്ക്കകത്ത് 1 2 ആണെങ്കിൽ ബിക്കകത്ത് 1 2 തന്നെ ആയിരിക്കണം. അത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് ഓർത്തിട്ട് പ്രോബ്ലം ഇല്ല. 2 1 എന്ന് എഴുതിയ പ്രോബ്ലം ഇല്ല. രണ്ടും സെയിം എലമെന്റ്സ് തന്നെയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, തുല്യ ഗണങ്ങൾ എന്ന് പറയാം. എന്നാൽ തത്തുല്യ ഗണങ്ങളുണ്ട്, അത് ഈക്വിവലന്റ് സെറ്റാണ്. ഈക്വിവലന്റ് സെറ്റിന്റെ മലയാളമാണ് തത്തുല്യ ഗണങ്ങൾ. തത്തുല്യ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് സെയിം നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രം മതി, ഈക്വൽ ആവണമെന്നില്ല. ഇപ്പോൾ എയ്ക്കകത്ത് 3 എലമെന്റ് ഉണ്ടെങ്കിൽ ബിക്കകത്ത് 3 എലമെന്റ് ഉണ്ടായാൽ മതി, അത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള സെറ്റിനെയാണ് ഈക്വിവലന്റ് സെറ്റ് എന്ന് പറയുന്നത്. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം എലമെന്റ്സ് തന്നെ ആയിരിക്കണം. എയ്ക്കകത്ത് 1 2 3 ആണെങ്കിൽ ബിക്കകത്തും 1 2 3 തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഈക്വൽ സെറ്റ് എന്ന് പറയും. എന്നാൽ ഈക്വിവലന്റ് സെറ്റ് എന്താണ്, സെയിം നമ്പർ മാത്രം മതി, നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയാൽ മതി. എയ്ക്കകത്ത് 3 ഉണ്ടെങ്കിൽ ബിക്കകത്ത് 3 എണ്ണം, എയ്ക്കകത്ത് 5 എണ്ണം ഉണ്ടെങ്കിൽ ബിക്കകത്ത് 5 എണ്ണം. അല്ലാതെ അതിനകത്ത് ഓരോ എലമെന്റും ഈക്വൽ ആവണമെന്നില്ല, ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രം സെയിം ആയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കാം. എയ്ക്കകത്ത് 2 എലമെന്റ്സ് ഉണ്ട്, ബിക്കകത്ത് 2 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ എ ഈസ് ഈക്വലന്റ് ടു ബി നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈക്വൽ സെറ്റും ഈക്വിവലന്റ് സെറ്റും തമ്മിലുള്ള ഡിഫറൻസ്.